നമ്മുടെ സർവീസ് സെക്ടറിൽ തൊഴിലെടുക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പോരാടുന്ന പ്രസ്ഥാനമായ JPA ജോയിന്റ് പ്ലാറ്റ്ഫോമിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ VK ബാലകൃഷ്ണനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. തൊഴിലാളി വർഗം വളരെ ആവേശകരമായി ഈ ദിനം ആചരിച്ചു വരികയാണ്. കേന്ദ്ര ട്രേഡ് യൂണിയനായ AIUTUCയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മേഖല റാലിക്ക് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സംഘടനയായ JPAയുടെ അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. മെയ് ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും അധ്വാനിച്ച് ജീവിക്കുന്ന തൊഴിലാളികളുടെ ജീവിതാവസ്ഥ എന്താണെന്ന് ഒരു പരിശോധന നടത്താൻ ഈ മെയ് ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദമെന്ന തൊഴിലാളികൾക്ക് ചോര ചിന്തി നേടിയെടുത്ത അവകാശങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഈ മേഖല ആചരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ തൊഴിലാളികളുടെ ജോലി സമയം എന്ന് പറയുന്നത് വിശ്രമിക്കാനും 8 മണിക്കൂർ വിനോദം നേടാനുമുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഇന്ന് മിക്കവാറും എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും തൊഴിൽ സംരംഭങ്ങളിലും ഈ 3 ഷിഫ്റ്റ് എന്ന് പറയുന്ന സമ്പ്രദായം എടുത്തുകളയും പകരം 2 ഷിഫ്റ്റാക്കി മാറ്റുകയും ചെയ്തു. 2 ഷിഫ്റ്റാക്കി മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 12 മണിക്കൂർ ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ഒരു തൊഴിലാളി നേരത്തെ 8 മണിക്കൂർ ചെയ്യുന്ന ജോലി 12 മണിക്കൂർ ചെയ്യേണ്ടി വരുന്നു. അതേസമയം നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ ശമ്പളത്തിൽ ഒരു മാറ്റവുമില്ല. എന്ന് മാത്രമല്ല, നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും തൊഴിലാളിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ തൊഴിലാളികളുടെ സുരക്ഷിതത്വം പരിശോധിക്കുന്നതിന് വേണ്ടി ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻസ്പെക്ഷൻ വിങ്ങിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വരികയും തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഒരു വ്യവസായ സ്ഥാപനത്തിൽ അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ ജീവന് ഭീഷണിയില്ലാത്ത രീതിയിൽ ആ വ്യവസായ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ആ വ്യവസായ സ്ഥാപനം പ്രവർത്തിക്കുന്ന മുതലാളിക്ക് നോട്ടീസ് കൊടുക്കുകയും തൊഴിലാളിയുടെ ജീവനും സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കാണാനില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ഷൻ വിങ്ങിൽ ഇപ്പോൾ ജീവനക്കാരെ നിയമിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ആ വ്യവസായം നടത്തുന്ന തൊഴിലുടമയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളാണ് നമ്മുടെ സർക്കാരുകൾ. അത് ഏത് ഗവൺമെന്റ് ആയാലും, ഇടതു മുന്നണി എന്നറിയപ്പെടുന്ന CPM നയിക്കുന്ന മുന്നണിയിൽ നയിക്കുന്ന ഗവൺമെന്റ് ആയാലും, BJPയുടെ ഗവൺമെന്റ് ആയാലും, കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയാലും, തൊഴിലാളിയുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് മുതലാളിമാർക്ക് വ്യവസായ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ വൻ ലാഭമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ അടച്ചുണ്ടാക്കുന്ന തിരക്കിലാണവർ. അതുകൊണ്ടാണ് തൊഴിലാളികൾക്ക് നാമമാത്രമായ അവകാശങ്ങളെങ്കിലും ലഭ്യമായിരുന്ന 29ഓളം തൊഴിൽ കോഡുകൾ, തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കുകയും പകരം മുതലാളിമാർക്ക് വ്യവസായ സ്ഥാപനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി അതിന് അവർ കൊടുക്കുന്ന പുതിയ പേരുള്ളതിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ് പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ മുതലാളിക്ക് വ്യവസായ സ്ഥാപനങ്ങൾ വളരെ എളുപ്പത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ യാതൊരു എതിർപ്പുമില്ലാതെ, ഒരു പ്രക്ഷോഭമോ സമരമോ പണിമുടക്കോ ഇല്ലാതെ അവരുടെ സ്ഥാപനങ്ങൾ ലാഭത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു ഈ നരേന്ദ്രമോദി സർക്കാർ. തൊഴിൽ നിയമങ്ങൾ 29 തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി
4 ലേബർ കോഡുകൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് വ്യവസായ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, നമ്മുടെ സർക്കാർ ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ നമ്മളവരെ വൈറ്റ് കോളർ ജോലിയെന്ന് വിളിച്ച് ആക്ഷേപിക്കുമായിരുന്നു. പക്ഷേ ഈ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അവസ്ഥയും തൊഴിലാളികളിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് ബസ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ഒഴിവുകളുണ്ട്. പക്ഷേ നിരന്തരം എല്ലാ വർഷവും റെയിൽവേയിൽ നിന്ന് ആയിരക്കണക്കിന് 10,000 ജീവനക്കാർ റിട്ടയർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പകരവരവ് ഒരുപോലെയൊക്കെ ജീവനക്കാരെ നിയമിക്കുന്നില്ല. തീവണ്ടി ഓടിക്കുന്ന ലോക്കൽ പൈലറ്റുമാർ അമിതമായ ജോലി ഭാരം കൊണ്ട് തളർന്നു വീഴുകയും തീവണ്ടി അപകടങ്ങൾ ഒരു നിത്യ സംഭവമായി നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ട്രെയിനുകളിൽ സംഭവിക്കുന്നത്? ഒരു ട്രെയിൻ ഓടിക്കുന്ന ലോക്കൽ പൈലറ്റുമാരുടെ ജോലി സമയം അവർക്ക് യാതൊരു ദുഃഖമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാത്രക്കാരുടെ ജീവനും അവരുടെ സുരക്ഷിതത്വത്തിനും ആവശ്യമായ രീതിയിൽ റെയിൽവേ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇതിൻ്റെ പ്രതീക്ഷയുണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയായിരുന്നു, പട്ടാളമായിരുന്നു. ആ മിലിറ്ററിയിൽ 10-20 വർഷം ജോലി ചെയ്താൽ മാന്യമായ ശമ്പളവും റിട്ടയർമെന്റിന് ശേഷം മാന്യമായ പെൻഷൻ ലഭിക്കുന്ന അവസ്ഥ പട്ടാളത്തിലുണ്ടായിരുന്നു. ഇന്ന് പട്ടാളത്തിന് സ്ഥിരതയില്ല. അവിടെ അഗ്നിവീർ എന്ന പേരിൽ 4-5 വർഷം മാത്രം കരാറടിസ്ഥാനത്തിൽ ചെറുപ്പക്കാരെ ജോലിക്ക് നിയോഗിച്ച് നടത്താനിരുന്നു. എല്ലാ മേഖലയിലും കരാർ നിയമനമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, നമ്മുടെ പാർലമെന്റ് സെക്രട്ടേറിയറ്റിലും അതേപോലെ കേരളത്തിൽ നമ്മുടെ സിവിൽ സർവീസിന് ഉൾപ്പെടെ ജീവനക്കാരെ സ്ഥിരം ഒഴിവുകളിൽ നിയമിക്കുന്നില്ല. സർക്കാർ ജീവനക്കാരും അധ്യാപകരും ദീർഘകാലമായി അനുഭവിക്കുന്ന പല ആനുകൂല്യങ്ങളും എല്ലാ സർക്കാരുകളും എടുത്തു പറയുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിരന്തരമായി സമരത്തിലാണ്. അവരുടെ ഏകദേശം 1 ലക്ഷത്തോളം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മാത്രമായി കേരളത്തിലെ ഗവൺമെന്റ് കവർന്നെടുത്തിരിക്കുന്നത്. 2019 നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക 2026 മുതൽ പുറത്തുവയ്ക്കാൻ കേരളത്തിൽ ഇടതുമുന്നണി പറയപ്പെടുന്ന CPM നയിക്കുന്ന തൊഴിലാളികളുടെ പേര് പറഞ്ഞ് ഊറ്റുന്നതിനെയും തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് ചെങ്കൊടി പിടിക്കുകയും ചെയ്ത CPM നയിക്കുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ കവർന്നെടുത്ത് കൈമാറി നടത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കുന്നവർ, അത് തൊഴിലാളികളായാലും ജീവനക്കാരായാലും അവർ നേരത്തെ അനുഭവിക്കേണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരിപ്പോൾ സമരം ചെയ്യുന്നത് പുതിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല, പുതിയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയോ പുതിയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇപ്പോൾ സമരം ചെയ്യുന്നത്. അവർക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നും നഷ്ടപ്പെടുന്നു. അവർക്ക് കാമവെട്ട കുടിശ്ശികയില്ല. കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം തികയാതെ വരുന്നു. കാരണം വിലക്കയറ്റം അതിജീവമായ വിലക്കയറ്റമാണ്. ഈ ജീവമായ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ഒരു വർഷം 2 പ്രാവശ്യം ക്ഷാമത്തെ കൊടുക്കും. കേന്ദ്ര സർക്കാർ കൃത്യമായി ക്ഷാമത്തെ കൊടുക്കുന്നു. പക്ഷേ കേരളത്തിൽ ക്ഷാമത്തെ കുടിശ്ശികയായിരിക്കുന്നു. 2024 ശമ്പള പരിഷ്കരണം നടത്തേണ്ടത് ഇതുവരെ നടത്തിയിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു. കേരളത്തിൽ 4 പേരെ ഭരിക്കുന്ന എല്ലാ ഗവൺമെന്റുകളും, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റായാലും CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളായാലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 5 വർഷം കാല അളവ് കൃത്യമായി പാലിച്ചുകൊണ്ട് 5 വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിക്കുക എന്ന് പറയുന്ന ആ മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് ശമ്പളം പരിഷ്കരിക്കാറുണ്ടായിരുന്നു. പക്ഷേ 2ാം പിണറായി സർക്കാർ അവരുടെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 4 അനുവദിച്ചുകൊണ്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കിയിരുന്നു. പെൻഷൻകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ ആനുകൂല്യങ്ങൾ, മെഡിക്കൽ അലവൻസ് നിർത്തലാക്കി. പെൻഷനോടൊപ്പം ലഭിച്ചിരുന്ന മെഡിക്കൽ
മെഡിക്കൽ അലോട്ട്മെന്റ് 10-56 വർഷം ജോലി ചെയ്ത് സർക്കാരിന് വേണ്ടി ജോലി ചെയ്ത് സമൂഹത്തെ സേവിച്ച ഒരു സർക്കാർ ജീവനക്കാരൻ തിരിഞ്ഞു പോകുമ്പോൾ നിരവധി രോഗപീഠകളാൽ ബുദ്ധിമുട്ടും. ആ രോഗിയായി കഴിയുന്ന പെൻഷൻ പറഞ്ഞ് മാസം മരുന്നുമായുള്ള മെഡിക്കൽ അലവൻസ് കിട്ടിക്കൊണ്ടിരുന്നു. 500 രൂപ മെഡിക്കൽ അലവൻസ് കിട്ടിക്കൊണ്ടിരുന്നു. അതില്ലാതാക്കിയിരിക്കുന്നു. അതില്ലാതാക്കിയെന്ന് മാത്രമല്ല, പെൻഷൻകാരിൽ നിന്ന് 637 രൂപ നിർബന്ധമായി തിരിച്ചെടുത്ത് മെഡിസെപ്പ് എന്ന പേരിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു. ഈ മെഡിസെപ്പ് എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി പണ്ട് പരാജയപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ജീവനക്കാരൻ പെൻഷൻകാരനും കയ്യിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഈ മെഡിസെപ്പ് എന്ന് പറയുന്ന പരാജയപ്പെട്ട ഈ ഇൻഷുറൻസ് പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് സൗജന്യ ചികിത്സ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പരിപാടിയാണ്. എല്ലാ മേഖലയിലും ഈ ഇൻഷുറൻസ് പറയുന്നത് സൗജന്യ ചികിത്സക്ക് പകരം സൗജന്യ ചികിത്സ റദ്ദാക്കുകയും പകരം പണം കൊടുത്ത് ചികിത്സ നേടേണ്ട അവസ്ഥയാണുള്ളത്. തൊഴിലാളികൾക്കും ജീവനക്കാർക്കും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർ യോജിച്ച പ്രക്ഷോഭണത്തിന്റെ പാത തെരഞ്ഞെടുക്കാൻ മതിയാവും. ഏതെങ്കിലും ട്രേഡ് യൂണിയനോ ഏതെങ്കിലും സർവീസുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മളെ പിന്തുണക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുക പറ്റാത്തൊരവസ്ഥയാണത്. അതുകൊണ്ട് തൊഴിലാളികളും കർഷകരും സർക്കാർ ജീവനക്കാരും യുവാക്കളും ഒറ്റക്കെട്ടായി ഈ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള യോജിച്ച പ്രക്ഷോഭണത്തിന്റെ പാതയിൽ അണിനിരക്കുക എന്നതാണ് ഈ മെയ് ദിനത്തിൽ